ഹേ മൈ ഡിയേഴ്സ്, വെൽക്കം ടു എ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റായിട്ടാണ് കേട്ടോ. നമുക്ക് സ്കിൻ കെയറിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങാം. ഒരു ബേസിക് ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾ എങ്ങനെ സ്കിൻ കെയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും അറിയാത്ത കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ സ്കിൻ കെയർ ഒക്കെ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ പല ആൾക്കാരും ഇപ്പോഴാണ് സ്കിൻ കെയറിൻ്റെ കാര്യങ്ങളും ഒക്കെ അവെയറായി ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, എന്ത് ചെയ്യണം, എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെയാണ് ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ചെയ്തു തുടങ്ങിയ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടും ഹെൽത്തി ആയിട്ടും സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന്. നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്കിൻ കെയർ റൂട്ടീൻ എന്താ പറയുക ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ സ്കിൻ കെയറിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു 4 സ്റ്റെപ്സ് ഉണ്ട്. ഏതാണെന്ന് വെച്ചാൽ CTMS എന്ന് വെച്ചാൽ C ക്ലെൻസിങ്, T ടോണിങ്, M മോയ്സ്ചറൈസിങ്, S സൺസ്ക്രീൻ. അപ്പോൾ നമുക്ക് ഈ ഒരു 4 സ്റ്റെപ്പാണ് നമ്മുടെ ഹോൾ സ്കിൻ കെയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ക്ലെൻസിങ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുള്ള നമ്മുടെ ഫേസിലുള്ള എക്സസ് ആയിട്ടുള്ള ഡേർട്ടും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നതിനാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത്. നല്ലൊരു ജെന്റിൽ ആയിട്ടുള്ള ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസ് ക്ലെൻസ് ചെയ്യാം. അപ്പോൾ ക്ലെൻസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയി. അതിനുശേഷം നമുക്ക് ഫേസ് ടോൺ ചെയ്യാം. ടോൺ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഓപ്പൺ പോർസ് ഇല്ലാതാക്കാനും നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ, പിന്നെ നമ്മുടെ pH മെയിൻറ്റെയിൻ ചെയ്യാനും ടോണർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് മോയ്സ്ചറൈസർ ആണ്. മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ നമ്മൾ സെലക്ട് ചെയ്യാം. സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും നമ്മുടെ ഒരു മോയ്സ്ചർ കണ്ടന്റ് ലോക്ക് ചെയ്യാനായിട്ടൊക്കെ മോയ്സ്ചറൈസർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 4th സ്റ്റെപ്പ് വന്നിട്ട് സൺസ്ക്രീൻ ആണ്. നമ്മൾ എന്ത് മറന്നാലും അത് അപ്ലൈ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കാരണം നമ്മുടെ സ്കിന്ന് നല്ല എന്താ പറയുക ആൻറ്റി ഏജിങ്ങും റിങ്കിൾസും ഒന്നുമില്ലാതെ സൺ ടാൻ ഇല്ലാതെ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ ഘടകമാണ് സൺസ്ക്രീൻ. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ എല്ലാവരും യൂസ് ചെയ്യുക. നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു സൺസ്ക്രീൻ മാത്രം ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡാർക്ക് ആവാനും വേറെ എന്താ പറയുക പിഗ്മെന്റേഷൻ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു സ്കിൻ കെയർ റുട്ടീൻ ക്ലോസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മേക്കപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും പുറത്തു പോകാം. നമ്മൾ ഈ ഒരു 4 സ്റ്റെപ്പ് നമ്മൾ ഒരിക്കലും മറന്നുപോകാതെ ചെയ്യണം. നമ്മുടെ അത് നിങ്ങൾക്ക് ചെയ്തൊരു 1 month ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസ് നന്നായിട്ട് അറിയാൻ പറ്റും. സ്കിന്ന് നന്നായിട്ട് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ മറക്കാണ്ട് രാവിലെയും രാത്രിയും ഈ ഒരു 4 സ്റ്റെപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോവുക. ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.